KSRTC നെടുങ്കണ്ടം ഡിപ്പോയിൽ നിന്നുള്ള ബസ് റൂട്ട് അപ്രതീക്ഷിതമായി മാറ്റി. പുലർച്ചെ 5:50 മയിലാടുംപാറ അടിമാലി കോതമംഗലം വഴി കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തിയിരുന്ന ബസിന്റെയാണ് റൂട്ട് സമയം മാറ്റിയത്. ഇതോടെ ഈ ബസിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളാണ് ദുരിതത്തിലായത്. വടക്കൻ ജില്ലകളിലേക്ക് എത്താൻ പ്രദേശത്തെ ആളുകൾ ആശ്രയിക്കുന്ന ഏക ബസ്സാണിത്. അടിമാലി വഴി കുറഞ്ഞ ദൂരത്തിലും സമയത്തിലും യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന ബസിന്റെ സമയവും റൂട്ടും മാറ്റിയതോടെ കളക്ഷനെ ബാധിക്കുമെന്നതും ഉറപ്പാണ്. നെടുങ്കണ്ടത്ത് നിന്നും നിരവധി ബസ്സുകൾ കട്ടപ്പനയ്ക്കുള്ളപ്പോൾ നെടുങ്കണ്ടത്തു നിന്നും കോഴിക്കോടിന് ആരംഭിച്ചിരുന്ന ഒരു KSRTC ഈ അടിമാലി വഴി പോകുന്നത് യാത്രാക്ലേശം വളരെ കൂടിയ ഒരു മേഖലയിൽ കൂടി കടന്നു പോകുന്ന ബസ് സമയവും മാറ്റി തൊടുപുഴ വഴിയാക്കുക എന്ന് പറയുമ്പോൾ നെടുങ്കണ്ടത്തെ ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല. അതായത് ഈ കട്ടപ്പനയ്ക്ക് ഇന്ന് എറണാകുളം ഭാഗത്തോട്ടും കോഴിക്കോട് ഭാഗത്തോട്ടും ഒക്കെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇടപെട്ട് വണ്ടിയുണ്ട്. ആ സമയത്ത് നെടുങ്കണ്ടത്ത് നിന്നും ഒരു വണ്ടി എന്ന് പറയുന്നത് കുറഞ്ഞ യാത്രാ ദൂരത്തിൽ അടിമാലി വഴി പൊയ്ക്കൊണ്ടിരുന്ന ബസ് വളരെ വിരളമായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ഒടുവിൽ മാത്രമേ ഒരു ബസ് കിട്ടുകയുള്ളൂ. ആ ബസ് സമയവും ഒക്കെ മാറ്റി ഓടുക എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും MLA മണിയാശാനും ചേർന്ന് നെടുങ്കണ്ടം ഡിപ്പോ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനെ പറ്റിയൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് വരും. ആ സമയത്ത് ഇങ്ങനെ ഒരു റൂട്ട് മാറ്റം ഈ നെടുങ്കണ്ടത്തെ ജനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച ഒരു ഡിപ്പോയിൽ നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും ശ്ലാഘനീയമല്ല. കട്ടപ്പന തൊടുപുഴ വഴിയാണ് ബസിന്റെ റൂട്ട് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. മുൻപ് 20,000 മുതൽ 30,000 രൂപ വരെ ലഭിച്ചിരുന്ന സർവീസായിരുന്നു ഇത്. റൂട്ട് മാറ്റിയതോടെ ഇന്നലെ ലഭിച്ചത് 13,000 രൂപ മാത്രമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ നെടുങ്കണ്ടം ഡിപ്പോയിൽ നിന്ന് പുലർച്ചെ 5-ന് മയിലാടുംപാറ അടിമാലി വഴി തൃശൂരിലേക്ക് സർവീസ് നടത്തിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി ഇതും നിർത്തലാക്കിയിരുന്നു. മികച്ച വരുമാനം നേടിയിരുന്ന സർവീസ് നിർത്തലാക്കിയത് സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണെന്നും ആക്ഷേപമുണ്ട്. പുലർച്ചെയുള്ള സർവീസ് എല്ലാം അവസാനിച്ചതോടെ നെടുങ്കണ്ടം മയിലാടുംപാറ മേഖലയിലുള്ളവർ പ്രതിസന്ധിയിലായി. റൂട്ടും സ്ഥലവും മാറ്റിയ ബസ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികാരികൾക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.